തുടർച്ചയായി ഏതെങ്കിലും ഒരു മുന്നണിയെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് കുത്തക എന്ന് പറയാൻ കഴിയാത്തൊരു മണ്ഡലം കൂടിയാണ് ആറന്മുള. അതുകൊണ്ട് തന്നെ മാറി മാറി വരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. അപ്പോൾ നമ്മൾ 2011 മുതലുള്ള തെരഞ്ഞെടുപ്പിന്റെ ചിത്രമാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ശിവദാസൻ നായരായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. അന്ന് അദ്ദേഹം 64,845 വോട്ടുകളാണ് ആകെ നേടിയത്. KC രാജഗോപാലായിരുന്നു LDFനായി മത്സരിച്ചിരുന്നത്. 58,334 വോട്ടുകൾ അദ്ദേഹം ആകെ നേടുന്നു. കെ ഹരിദാസ് ആയിരുന്നു NDയുടെ സ്ഥാനാർത്ഥി. 10,227 വോട്ടുകൾ മാത്രം നേടാനാണ് അന്ന് NDക്ക് അവിടെ സാധിച്ചത്. അങ്ങനെ ഭൂരിപക്ഷം 6,511 അവിടെ UDF വിജയിക്കുന്നു. ശിവദാസൻ വിജയിക്കുന്ന സാഹചര്യമാണ് 2011 ഉണ്ടായത്. 2016 വീണ ജോർജ് ആ മണ്ഡലത്തിലേക്ക് ആദ്യം മത്സരിക്കാനായി എത്തുന്നത്. വി ശിവദാസൻ നായരിൽ നിന്നും ഒരു അട്ടിമറി ജയം വീണ ജോർജ് നേടുന്ന വർഷമാണ് 2016. വീണ ജോർജ് LDFന് വേണ്ടി മത്സരിക്കുമ്പോൾ 64,523 വോട്ടുകളാണ് വീണ ജോർജ് അവിടെ ആകെ നേടുന്നത്. മുൻതവണത്തെ MLA കൂടിയായിരുന്ന കെ ശിവദാസൻ നായരാണ് വീണ ജോർജിന്റെ എതിർ സ്ഥാനാർത്ഥിയായി UDFന്റെ കളത്തിൽ ഇറങ്ങിയത്. പക്ഷേ ആകെ നേടാനായത് 56,877 വോട്ട് മാത്രമാണ്. MT രമേശ് ആയിരുന്നു അവിടെ അത്തവണ NDയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം 37,906 NDയുടെ ആകെ വോട്ടുകളിൽ വലിയൊരു ശതമാനത്തിന്റെ വർധനവുണ്ടാക്കാൻ MT രമേശിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ട് 2016. എന്തായാലും ജയം വീണ ജോർജിനൊപ്പമായിരുന്നു. 7,646 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വീണ ജോർജ് ആ മണ്ഡലം UDFൽ നിന്നും കെ ശിവദാസൻ നായരിൽ നിന്നും പിടിച്ചെടുക്കുന്നതാണ് 2016 കാണുന്നത്. 2021 എത്തുമ്പോൾ അതേ വീണ ജോർജിനെ തന്നെ ഇറക്കുന്നു LDF. ആ മണ്ഡലം നിലനിർത്താനായി 74,950 വീണ ജോർജ് 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ആ മണ്ഡലത്തിലെ വോട്ട് ഉയർത്തുന്നുണ്ട്. കെ ശിവദാസൻ നായർ വീണ്ടും മത്സരിക്കുന്നു. വോട്ട് പക്ഷേ 55,947 മാത്രമാണ്. ബിജു മാത്യുവാണ് NDAക്ക് വേണ്ടി അത്തവണ കളത്തിലിറങ്ങിയത്. 29,099 വോട്ടുകൾ മാത്രം നേടാനാണ് NDAക്ക് സാധിച്ചത്. വീണ ജോർജിന്റെ ഭൂരിപക്ഷം ഇതാ 19,003 കുത്തനെ ഉയരുകയാണ്. ഇരട്ടിയിലധികം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് 2021 ആറന്മുള നിയമസഭാ മണ്ഡലം വീണ ജോർജ് നിലനിർത്തുന്നത്. ആ വീണ ജോർജിനെ തന്നെ ഇത്തവണയും ഇടതുമുന്നണി അവിടെ ഇറക്കുന്നു. ആ മണ്ഡലം നിലനിർത്താൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് വോട്ട് ശതമാനം ഒന്ന് പരിശോധിക്കാം. 2021, 2026, ഒപ്പം തന്നെ 2021 വോട്ട് ഷെയർ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 47.69% വോട്ടുകളാണ് നേടുന്നത്. LDF 42.90%. NDA ആകട്ടെ 7.52% മാത്രം ചുരുങ്ങുകയാണ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. 2011 നിന്നും 2016 വരുമ്പോൾ LDFന്റെ വോട്ട് വിഹിതം 39.97 വോട്ട് ശതമാനത്തിലാകെ കുറവുണ്ടാകുന്നുണ്ട്. പക്ഷേ ആ മണ്ഡലം LDF തിരിച്ചുപിടിക്കുന്നുണ്ട്. UDFനും വലിയ കുറവുണ്ടാകുന്നുണ്ട്. 35.23% UDFന്റെ വോട്ട് ശതമാനം കുറയുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറായി പ്രവർത്തിക്കുന്നത് വോട്ട് ശതമാനം വലിയ നിലയിൽ ഉയർത്തുന്നത് NDA ആണ് എന്നുള്ളത് കൂടി നമുക്ക് കാണാം. NDA 23.48% അവരുടെ വോട്ട് ഷെയർ കുത്തനെ വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏറ്റവും പ്രധാനം അത്തവണത്തെ അവിടുത്തെ NDA സ്ഥാനാർത്ഥി MT രമേശ് ആയിരുന്നു എന്നുള്ളത് കൂടിയാണ്. ഇനി വീണ്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ LDF 46.30% വോട്ട് ശതമാനത്തിൽ വലിയ വർധനവ് വരുത്തുന്നുണ്ട്. 39 നിന്നുമാണ് 46.30% വർദ്ധിപ്പിക്കുന്നത്. UDFന് 2016 അപേക്ഷിച്ച് വീണ്ടും ഇടിവുണ്ടാകുന്നു. വോട്ട് ശതമാനത്തിൽ 34.56% വോട്ട് മാത്രമാണ് അവർക്ക് അവിടെ നേടാനാകുന്നത്. NDAക്കും വോട്ട് ശതമാനത്തിൽ വലിയ കുറവുണ്ടാകുന്നുണ്ട്. 17.98% മാത്രം NDAയുടെ വോട്ടിംഗ് പെർസെന്റേജ് 2021 കുറയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ BJP അവിടെ വോട്ട് വലിയ നിലയിൽ വർദ്ധിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ അതിൽ MT രമേശ് ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറായി പ്രവർത്തിച്ചത് എന്നും നമുക്കറിയാം. അപ്പോൾ ആ മാജിക് തന്നെ BJP ഇത്തവണ അവിടെ പരീക്ഷിക്കുന്നു. കുമ്മനം രാജശേഖരൻ എന്ന BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവിനെ അവർ ആ മണ്ഡലത്തിലേക്ക് ഇറക്കുകയാണ്. ഒപ്പം തന്നെ ശബരിമല ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ അനുകൂല ഫാക്ടറായി പ്രവർത്തിക്കുമെന്ന് BJP വിശ്വസിക്കുന്നു. വീണ ജോർജിലൂടെ മണ്ഡലം നിലനിർത്താമെന്ന് LDFന്റെ ആത്മവിശ്വാസം. അബിൻ വർക്കി എന്ന യുവമുഖത്തെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള UDFന്റെ ശ്രമവും. അങ്ങനെ തീർത്തും പ്രവചനാതീതമായ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി ആറന്മുള മാറുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.